ഹായ് ഹലോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നലെ വൈകുന്നേരം മഴയൊക്കെ പെയ്തപ്പോൾ ഒരു ചക്കയൊക്കെ പറിച്ച് പുഴുങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും മോനും കൂടെ ചക്കയൊക്കെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ 2 പ്ലാവിൽ പോയി നോക്കുമ്പോഴും ചക്ക മൂത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ മുൻവശത്ത് തന്നെയുള്ള താമര ചക്ക തന്നെ ഞങ്ങൾ പറിച്ചിട്ടോ. ഇതിൽ പിന്നെ ചുള കുറച്ച് കട്ടിയാണെങ്കിലും പഴുത്താലൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. പക്ഷേ പുഴുക്കിന് വെച്ചാലും അധികം വെന്തൊടിയാത്ത പോലെ ഉണ്ടാവും. പിന്നെ അത് പിന്നെ ഞങ്ങൾ പറിച്ചിട്ട് വന്നു, ഏതെങ്കിലും ഒന്ന് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാനും മോനും കൂടെ ചക്കയൊക്കെ മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോനെ ആദ്യം ഒന്ന് വെട്ടി നോക്കി, അപ്പോൾ മോനെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ ഞാൻ തന്നെ കത്തിയൊക്കെ മേടിച്ച് ഞാൻ തന്നെ വെട്ടുന്നുണ്ട് കേട്ടോ ചക്ക. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഷെയർ ബട്ടണൊക്കെ ഒന്ന് അമർത്തി ഷെയറൊക്കെ ചെയ്ത് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റൊക്കെ പറയണം കേട്ടോ. പിന്നെ ഇതാ ചക്കയൊക്കെ 2 കഷ്ണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയാട്ടോ ഒന്ന് സ്പെഷ്യലായിട്ട് വെക്കുന്നത്. എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേൻ്റെ സ്പെഷ്യൽ ചക്കയും ചിക്കനും ഇട്ട കറിയും പിന്നെ ഒരു ചക്കപ്പുഴുക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ ഞാനും അമ്മയും സോനും കൂടെ ചക്കയൊക്കെ നന്നാക്കി ഇടുന്നുണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ അമ്മ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ വരുള്ളൂ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചതാ. ചക്കയും ചിക്കനും ഇട്ട കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പുഴുക്ക് വേറെ തന്നെയുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ രാവിലെ ആയപ്പോൾ ദോശയും പിന്നെ ചിക്കൻ കറിയും തന്നെയാണ് കേട്ടോ. പിന്നെ എക്സ്ട്രാ വേറൊരു കറിയൊന്നും വെച്ചിട്ടില്ല. ഏട്ടന് കൊണ്ടുപോകാനാണെങ്കിലും ആ ചിക്കൻ കറി തന്നെ കൊടുത്തു വിട്ടു കേട്ടോ. വേറെ എക്സ്ട്രാ കറിയൊന്നും വെക്കാനൊന്നും മൂടുണ്ടായിരുന്നില്ല രാവിലെ. പിന്നെ ഇതാ ഏട്ടൻ്റെ ചോറ്റുപാത്രത്തിൽ ചോറും കറിയൊക്കെ ആക്കി ഏട്ടൻ രാവിലെ ചായയൊക്കെ കുടിച്ച് ദോശയൊക്കെ കഴിച്ചിട്ട് പോയിട്ടോ. പിന്നെ ഇതാ ഞങ്ങളും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വരദൂർ ആ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ട്. മോനിക്ക് ദശേൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മൂക്കിൽ ഭയങ്കര വേദന, തണുപ്പൊക്കെ ആയപ്പോൾ അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും മോനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ദാ പിന്നെ ആ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ടോക്കനൊക്കെ എടുത്ത് അവിടെ ഇരുന്നു. 28ാമത്തെ ടോക്കൺ ആയെങ്കിൽ കൂടെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് കുറേ സമയം 2-3 മണിക്കൂർ ഞങ്ങളവിടെ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഷുഗർ നോക്കേണ്ട ആൾക്കാരൊക്കെ വന്നപ്പോഴേ പ്രായമായ ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ വഴി മാറി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയിട്ടോ. തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും മോനും കൂടെ പിന്നെ കയറി മരുന്നൊക്കെ വാങ്ങിയതാ. ഞാനും മോനും കൂടെ പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങളിത് 2 സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോട്ടുമ്പോൾ തന്നെ പൊട്ടിച്ച് ടേസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ട്രോബെറീൻ്റെയും ചോക്ലേറ്റിൻ്റെയും. സ്ട്രോബെറീൻ്റെ എനിക്കിഷ്ടപ്പെട്ടു, ചോക്ലേറ്റും കുഴപ്പമൊന്നുമില്ല വലിയ. സ്ട്രോബെറീൻ്റെ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഞാൻ അവിടെ നിന്ന് കുടിച്ച് മോന് സ്ട്രോബെറീൻ്റെ കുടിച്ചിട്ടോ. അപ്പോൾ മോനിക്ക് സ്ട്രോബെറി ഇഷ്ടപ്പെട്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.